ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ വായിക്കും. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാറേ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്ക് ആകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പാപം വാതിൽക്കൽ കിടക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ആ വാക്യം കിടക്കുന്നത് പാപം വാതിൽക്കൽ കാത്ത് പതുങ്ങിക്കിടക്കുന്നു എന്നാണ്. പാപം വാതിൽക്കൽ കാത്തു കിടക്കുന്നു, പതുങ്ങിക്കിടക്കുന്നു. ചെല്ലുമ്പോൾ ചാടി വീണ് ഹിംസിക്കാൻ, ചാടി വീണ് വിഴുങ്ങാൻ പാപം വാതിൽക്കൽ ഇങ്ങനെ കാത്തു കിടക്കുകയാണ്. പാപം വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കേണ്ടതാകുന്നു, നീ അതിനെ കീഴടക്കണം. കയീനോട് ദൈവം പറയുകയാണ്. കയീൻ്റെ മുഖം വാടി. കയീൻ്റെ മുഖം വാടാൻ കാരണം കയീൻ കൊടുത്ത വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കുകയും ചെയ്തു. ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു, ഹാബേൽ ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരുന്നു. ഹാബേൽ കയീൻ്റേതിൽ ഉത്തമമായി യാഗം കഴിക്കാൻ കാരണം ഹാബേൽ വിശ്വാസമുള്ളവനായിരുന്നു. എന്താണ് ഈ വിശ്വാസം? നാം ശ്രദ്ധിച്ചാൽ കാണാം, ഈ ആദാമും ഹവ്വായും പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ദൈവം ആദാമിൻ്റെ നഗ്നത മറയ്ക്കുന്നുവെന്ന്. ആദാമിൻ്റെ ഹവ്വായുടെയും നഗ്നത മറച്ചു. വായിക്കാം. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഏദൻ തോട്ടത്തിൽ ഒരു മൃഗം വധിക്കപ്പെട്ടു. ആദ്യം വധിക്കപ്പെട്ട ആ മൃഗം യഹോവയായ ദൈവത്തിൻ്റെ കയ്യാൽ തന്നെയാണ് വധിക്കപ്പെട്ടത്. ദൈവം ഒരു മൃഗത്തെ കൊന്നു. ആ മൃഗത്തിൻ്റെ തോൽ കൊണ്ട് ആദാമിനെയും ഹവ്വായെയും ഉടുപ്പിച്ചു. മക്കളുണ്ടായപ്പോൾ ആദാം മക്കളോട് പറഞ്ഞു, കയീനെയും ഹാബേലിനെയും അടുക്കൽ ചേർത്തിരുത്തി, രണ്ടു വശത്തും ഇരുത്തി അവരോട് പറഞ്ഞു, മക്കളെ, സ്വർഗത്തിലെ ദൈവം സ്നേഹമാണ്. നിങ്ങളുടെ അപ്പൻ ലജ്ജാവിവശനായി പോയിരുന്നതാണ്, നഗ്നനായിരിക്കുകയായിരുന്നു. പാവം വന്നുപോയി. പാവം വന്നപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഉരിഞ്ഞുപോയി. പാപം വന്നപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞു പോയതുകൊണ്ട് മക്കളെ, ഞാൻ നഗ്നനായി പോയിരുന്നു. അന്ന് ദൈവത്തിന് ഞങ്ങളോട് കരുണ തോന്നിയിട്ട് ഞങ്ങളുടെ നഗ്നത മറയ്ക്കാൻ സ്വർഗത്തിലെ ദൈവം ഏദൻ തോട്ടത്തിൽ ഒരു മൃഗത്തെ കൊന്നു. ആ മൃഗത്തിൻ്റെ തോലുകൊണ്ട് മൂടി ഞങ്ങളുടെ നഗ്നത മറച്ചു. മക്കളെ, ദൈവത്തിന് പ്രസാദമുള്ള കാര്യം യാഗമാണ്. ദൈവത്തിന് പ്രസാദമുള്ള കാര്യം, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം യാഗമായി അർപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. മൃഗത്തെ അറുത്തു എന്നുള്ളതിൻ്റെ അർത്ഥം മക്കളെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യാഗമായി അർപ്പിക്കപ്പെടുക എന്നുള്ള പരമോന്നതമായൊരു സത്യം ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു. അന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് ഞങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ഒരു വാഗ്ദത്തം തന്നിരുന്നു. സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കുമെന്ന്. സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കും എന്ന്
പറഞ്ഞതായ ആ വാഗ്ദത്തം നിറവേറണമെങ്കിൽ സ്ത്രീയുടെ സന്തതി മരിക്കേണ്ടിയിരിക്കുന്നു, വധിക്കപ്പെടേണ്ടിയിരിക്കുന്നു, കൊല്ലപ്പെടേണ്ടിയിരിക്കുന്നു. സ്ത്രീയുടെ സന്തതി രക്തം ചിന്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ യാഗമായി അർപ്പിക്കപ്പെടുന്ന സ്ത്രീയുടെ സന്തതിയെക്കുറിച്ചുള്ളതായ മുൻകൂട്ടിയുള്ളതായ വസ്തുത മക്കളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. ഈ സത്യം നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ ഈ ഭൂമിയിൽ ദൈവം തരുന്ന ആയുസ് കഴിയുമ്പോൾ ഞാനും കടന്നു പോകും. ഇനി പിന്നെ നിങ്ങളാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഈ സത്യം മാഞ്ഞു പോകരുത്. യാഗത്തെക്കുറിച്ചുള്ളതായ സത്യം, ഒരു ബലിയർപ്പണം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ സത്യം, ബലിയിൽ കൂടി മാത്രമേ നഗ്നത മറയുകയുള്ളൂ എന്നുള്ള സത്യം, ആ പരമസത്യം, മനുഷ്യൻ്റെ നഗ്നതയും മനുഷ്യൻ്റെ ലജ്ജയും മാറണമെങ്കിൽ ഒരു ബലി ആവശ്യമാണ് എന്നുള്ള സത്യം മക്കളെ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ മറക്കാതിരുന്നാൽ മാത്രം പോരാ, നിങ്ങൾ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അത് പറഞ്ഞു കൊടുത്തിരിക്കണം. നിങ്ങളടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറണം. തലമുറയിലേക്ക് കൈമാറി സ്ത്രീയുടെ സന്തതിയായി ഒരാൾ ജനിക്കും. സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്നയാൾ പാമ്പിന് തല ചതയ്ക്കുന്നത് ബലിയിൽ കൂടി ആയിരിക്കും. അതിൻ്റെ നിഴലും അതിൻ്റെ പ്രതീകവുമായിട്ടാണ് യഹോവയായ ദൈവം ഈ തോട്ടത്തിൽ ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോല് ഞങ്ങളെ ഉടുപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. മക്കൾ രണ്ടുപേരും കേട്ടു. ഹാബേൽ അത് അപ്പാടെ വിശ്വസിച്ചു, കയീൻ അത് വിശ്വസിച്ചില്ല. ഹാബേൽ വിശ്വസിച്ചു, കയീൻ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഹാബേൽ ദൈവത്തിന് കാഴ്ചയായി കൊണ്ടുവന്നത് ഒരു യാഗമൃഗത്തെയാണ്. ദൈവത്തിന് യാഗം കഴിച്ചു, ഈ യാഗമൃഗത്തെ കാഴ്ചയായി കൊണ്ടുവന്നു. കയീൻ അത് വേണ്ടതുപോലെ മനസ്സിലാകാതെ പോയതുകൊണ്ടും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതുകൊണ്ടും കയീൻ തൻ്റെ കൃഷിയിൽ നിന്ന് ചിലതെല്ലാം കൊണ്ടുവന്ന് ദൈവത്തിന് അർപ്പണം ചെയ്തു. കൃഷിയുടെ മോശപ്പെട്ട ഫലം കൊണ്ടൊന്നും വിചാരിക്കേണ്ട. അതിൽ പണ്ടൊക്കെ പഠിച്ചിരുന്നു, ഏതോ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഇത് കൃഷിയുടെ പതിരെല്ലാം ദൈവത്തിന് കയീൻ കൊണ്ടുവന്നു, അതുകൊണ്ടാണ് ദൈവം പ്രസാദിക്കാഞ്ഞത്. പതിരൊന്നുമല്ല കൊണ്ടുവന്നത്, കൃഷിയിലെ ഏറ്റവും മേൽത്തരം ഫലം തന്നെ കൊണ്ടുവന്നു. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് യാഗത്തെയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ ഏകജാതനായ തിരുക്കുമാരനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ കൂടിയുള്ള മനുഷ്യരുടെ വീണ്ടെടുപ്പിൻ്റെ പരമസത്യം ജനം ഗ്രഹിക്കണമെന്നുള്ളതാണ്. ആ ഒരു അനുഭവത്തിലേക്ക് ഓരോരുത്തരും വരണമെന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു, ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കയീൻ്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ വഴിപാട് അർപ്പിക്കുന്നവരല്ലേ? നിങ്ങൾ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുന്നവരല്ലേ? ചിലപ്പോഴെല്ലാം നിങ്ങൾ പറയാറില്ലേ, ഞാൻ എനിക്കുള്ളതെല്ലാം ഞാൻ യേശുവിന് കൊടുക്കുന്നു, ഞാൻ എന്നെയും എനിക്കുള്ളതിനെയും യേശുവിനായിട്ട് സമർപ്പിക്കുന്നു, ഞാൻ എല്ലാം കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് ഞാൻ അർപ്പണം ചെയ്യുന്നു. ചിലപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഉണ്ട്, നിങ്ങൾ പലരും പറഞ്ഞവരാണ്. അങ്ങനെ തീരുമാനം എടുത്തവരുമുണ്ട്, ആ തീരുമാനം പാലിക്കുന്നവരുമുണ്ട്. നല്ലത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ദൈവത്തിന് വഴിപാടായി അർപ്പിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായ വഴിപാട് യാഗമാണ്. ദൈവത്തിന് പ്രസാദകരമായ വഴിപാട് ബലിയാണ്. നാം ഓരോരുത്തരും യഥാർത്ഥമായ സമർപ്പണത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ നാം ശൂന്യവൽക്കരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മെ തന്നെ ഇല്ലായ്മ വരുത്തുകയാണ്. ഞാനില്ല, ഞാൻ മരിച്ചു, ഇനി ഞാനൊരു പുതിയ മനുഷ്യനാണ്. ഞാനെന്ന വ്യക്തി മരിച്ചു. എൻ്റെ സ്വയം മരിച്ചു, എൻ്റെ ജഡം മരിച്ചു, എൻ്റെ ഭൗതികമായ ലാക്കുകൾ മരിച്ചു, എൻ്റെ ഈ ലോകത്തിലെ ആഗ്രഹങ്ങൾ മരിച്ചു, എൻ്റെ ജീവിതത്തിൻ്റെ ലാക്ക് മരിച്ചു, ഞാൻ ഇതുവരെയും എനിക്ക് ലാക്കും ലക്ഷ്യവുമായിരുന്നതെല്ലാം മരിച്ചു. ഞാനെന്ന വ്യക്തി മരിച്ചു. ഇനിയിപ്പോൾ ജീവിക്കുന്നത് ഞാനൊരു പുതിയ മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം തോന്നിയേക്കാം, പക്ഷേ ഒരു പരമസത്യമാണത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഞാൻ ഈ 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ പ്രസംഗം കേൾക്കാൻ കൂടുതൽ ഓടിയത്. സുവിശേഷ പ്രസംഗം കേൾക്കാൻ ഓടി. ഒരവസരത്തിൽ വളരെ അനുഗ്രഹീതനായൊരു ദേവദാസൻ പ്രസംഗിച്ച പ്രസംഗം കേട്ടു. മുഴുവനായി തന്നെത്താൻ മരിക്കാതെ ക്രിസ്തുവിന് പ്രസാദയോഗ്യമായ ജീവിതം നയിക്കാൻ സാധിക്കില്ലെന്ന് കേട്ടു. മുഴുവനായി തന്നെത്താൻ മരിക്കണം എന്നുവെച്ചാൽ ആൾ മരിച്ച് അടക്കപ്പെടണമെന്നല്ല, ആ പഴയ മനുഷ്യൻ മരിക്കണം.
ഈ ലോകത്തിലുള്ള ലാക്കുകളും ലക്ഷ്യങ്ങളെല്ലാം മരിക്കണം. ഞാൻ അന്ന് വലിയ അമ്പരപ്പിലായി. അന്ന് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം എനിക്ക് വലിയ ചിന്താക്കുഴപ്പമായി. എന്താണ് എല്ലാം മരിക്കുക എന്ന് പറഞ്ഞാൽ, മുഴുവനായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ, എല്ലാം തീരുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാനിപ്പോൾ ഇനി വിവാഹം കഴിക്കാൻ പാടില്ലായിരിക്കുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ പാടില്ലായിരിക്കുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി എനിക്ക് വീട് നന്നാക്കാൻ പറ്റില്ലായിരിക്കുമോ? ഈ ലോകത്തിലെ അന്ന് കൃഷിയുള്ള കാര്യം, ഈ കൃഷി കാര്യങ്ങൾ നോക്കണ്ടായിരിക്കുമോ? എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ തന്നെ വേദപുസ്തകം എടുത്തുകൊണ്ട് സുവിശേഷ വിലയ്ക്ക് വേണ്ടി പോകണമെന്നായിരിക്കും അത് പറഞ്ഞത്. ഒന്നും മനസ്സിലാകാതെ മനസ്സങ്ങ് ആകെ കലങ്ങിപ്പോയി. വളരെ നേരെ ഇരുന്ന് ചിന്തിക്കുകയാണ്. എനിക്ക് വേണമെന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതെങ്ങനെ സാധിക്കും? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെങ്ങനെ സാധിക്കും? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അന്ന് ചിന്തിച്ചു കുഴഞ്ഞു എന്നുള്ളതുകൊണ്ടൊന്നും പെട്ടെന്ന് മറുപടി കിട്ടിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. പയ്യെ ജീവനുള്ള ദൈവം എന്നെ നടത്തിക്കൊണ്ടിരുന്നു. ജീവനുള്ള ദൈവം പയ്യെ ഇങ്ങനെ നയിച്ചു കൊണ്ടിരുന്നു. എന്താണ് സ്വയത്യാഗം? എന്താണ് ക്രൂശീകരണം? എന്താണ് ഞാനെന്ന വ്യക്തി ക്രൂശിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം? ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോളൂടെ ക്രൂശിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊന്നും ഞാൻ പുസ്തകത്തിൽ വായിച്ച് പഠിച്ചതല്ല. ഞാൻ അനുഭവത്തിൽ നിന്ന് കുറേശ്ശെയായി പഠിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇന്നും തികഞ്ഞില്ല, ഇന്നും പൂർത്തിയായില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. ഈ കരുണയുള്ള കർത്താവിൻ്റെ പിറകെ ഇറങ്ങി പുറപ്പെട്ടത് മുതൽ ഒരു ചുവട് പുറകോട്ട് വയ്ക്കാതെ മുന്നോട്ട് ഓരോ ചുവടും മുന്നോട്ട് വെച്ച് യേശുവിൻ്റെ കാൽപ്പാടുകളിലൂടെ ചേർന്ന് നടക്കാൻ എനിക്ക് കർത്താവ് ഒരു ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്ക് ഞാൻ വീഴുന്നുണ്ട്, അവൻ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. ഇടയ്ക്ക് ഞാൻ വഴുതി പോകുന്നുണ്ട്, അവൻ ഉടനെ വീണു പോകാതെ പിടിച്ചു നിർത്തും. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്ക് ഞാൻ വഴുതിറ്റി പോകുന്നുണ്ട്, ഉടനെ അവൻ ഒരുപക്ഷെ ചെറിയ അടി തന്ന് എന്നെ നേർവഴിയിലേക്ക് കൊണ്ടുവരും, ചെറിയ ശിക്ഷണം തന്ന് നേർവഴിയിലേക്ക് കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്ക് അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണ് മാറിപ്പോകുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് അവൻ എനിക്ക് ഉള്ളിൽ അലാറം തരും. മോനെ തെറ്റല്ലേ, നീ എൻ്റെ പിറകെ നടക്കൂ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മുഖത്ത് നിന്ന് കണ്ണു പറിക്കല്ലേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആവേശം വരുന്നുണ്ടോ? ഇങ്ങനെയൊരു ക്രിസ്തീയ ജീവിതം ഉണ്ടെങ്കിൽ അത് പ്രാപിക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വളരെ എളിമയോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സാധിക്കും. വേണമെങ്കിൽ സാധിക്കും. നിങ്ങളുടെ ജീവിതം ഭാഗ്യമുള്ളതായി തീരും. ഒരു കുറച്ചു കാലമുള്ള ജീവിതമല്ലേ ഈ ഭൂമിയിലുള്ളൂ. വളരെ കുറച്ചു കാലത്തെ ഒരു ജീവിതം, വളരെ കുറച്ചു കാലം മാത്രം. എത്ര കാലമുണ്ട് ഇനി ചിന്തിച്ച് നോക്കൂ. പരമാവധി വന്നാൽ എത്ര വർഷം കാണും? എൻ്റെ ദൈവമേ, എത്ര വർഷം കാണും? ദൈവത്തിന് സ്തോത്രം. അതുപോലും അങ്ങനെ പ്രതീക്ഷിക്കാൻ നിർവാഹമില്ല. അല്ല, പരമാവധി വന്നാൽ എത്ര കാണും? എൻ്റെ ദൈവമേ, ഞാൻ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ നേടാൻ എന്താണ് എനിക്കുള്ളത്? ഓരോന്നോരോ നിങ്ങൾ നോക്കണം. എൻ്റെ ദൈവമേ, ആത്മാവിൽ ഞാൻ നേടേണ്ടത് ഞാൻ നേടിയോ? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? ഞാൻ കൊടുത്തതിൽ അവൻ പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ വഴിപാട് അവൻ കൈക്കൊണ്ടിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ യാഗം അവൻ്റെ കരങ്ങളിൽ എത്തിയിട്ടുണ്ടോ? എൻ്റെ സമർപ്പണം അവൻ സ്വീകരിച്ചിട്ടുണ്ടോ? അവൻ്റെ അഗ്നി എൻ്റെ സമർപ്പണത്തിൽ ഇറക്കുവാനും തിരുമനസ്സായോ? അവൻ്റെ സ്വർഗത്തിൻ്റെ അഗ്നി എൻ്റെ സമർപ്പണത്തിലേക്ക് ഇറങ്ങിയോ? എൻ്റെ യാഗപീഠത്തിൽ സ്വർഗത്തിലെ തീ ഇറങ്ങിയോ? കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ മഹാഭാഗ്യം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയേറെ ആളുകൾ വന്നിരിക്കുന്നുണ്ടല്ലോ. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ആയിരിക്കുന്നതിനേക്കാൾ ഭേദപ്പെട്ടൊരു നാളെ തരാൻ കർത്താവ് ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആത്മീയമായ ഒരു വലിയ ഉന്നത ഭാവി തരാൻ കർത്താവ് നിങ്ങൾ വിളിക്കുകയാണ്. ആത്മീയമായ ഉയർന്ന തലങ്ങളിലേക്ക് കർത്താവ് നിങ്ങൾ വിളിക്കുകയാണ്. ആത്മീയമായ ഔന്നത്യങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്. നിങ്ങളിവിടെ ഇരിക്കേണ്ടവരല്ല. നിങ്ങൾക്ക് ആത്മീയമായ ഒരു വലിയ ഉന്നത ഭാവി തരാൻ കർത്താവ് നിങ്ങൾ വിളിക്കുകയാണ്. ആത്മീയമായ ഉയർന്ന തലങ്ങളിലേക്ക് കർത്താവ് നിങ്ങൾ വിളിക്കുകയാണ്. ആത്മീയമായ ഔന്നത്യങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്. നിങ്ങളിവിടെ ഇരിക്കേണ്ടവരല്ല. നിങ്ങൾ ഇന്നത്തെ സ്ഥിതിയിൽ കഴിയേണ്ടവരല്ല. നിങ്ങൾ ഉയർന്നു
ഉയർന്ന് പറക്കേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. വാനമ്പാടിയെപ്പോലെ പറന്നുയർന്ന് ഗാനം പാടിക്കൊണ്ട് നിങ്ങൾ ആകാശവിരിയിലൂടെ പറന്നുല്ലസിക്കേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആത്മാവിൻ്റെ ചിറകിൽ, സ്തുതിയുടെ ചിറകിൽ നിങ്ങൾ പറന്ന് ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ഓടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യേണ്ടവരാണ്. യേശു നല്ലവനാണെന്ന് അനേകരോട് പറയേണ്ടവരാണ്. യേശു നല്ലവനാണെന്ന് നിങ്ങൾ സ്വന്തം ജീവിതം കാണിച്ചു കൊടുത്തുകൊണ്ട് അനേകരോട് സാക്ഷ്യം പറയേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാം മാറി മറയില്ലേ? ഇല്ലേ? എല്ലാം പോവില്ലേ? എന്ത് കൂടെ പോരും? പ്രിയപ്പെട്ടവരെ, എന്താണ് കൂടെ പോരാനുള്ളത്? വല്ലതും കൂടെ പോരുമോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആരോഗ്യം കൂടെ പോരുമോ? എന്നും ഈ ആരോഗ്യം നിൽക്കുമോ? നമ്മുടെ സമ്പത്ത് കൂടെ പോരുമോ? നാം നേടിയത് എന്തെങ്കിലും കൂടെ പോരുമോ? ആകെ 6 അടി മണ്ണ് മാത്രം. ഓർത്തു നോക്കൂ, ആകെ 6 അടി മണ്ണ് മാത്രം. അതല്ലേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവവൈതലേ, ഇതല്ലേ ഉള്ളൂ. അതിനപ്പുറം എന്തുണ്ട്? ഒരു ദിവസം നീയും കണ്ണടയും. സ്നേഹിത, നീയും കണ്ണടയും. ദൈവത്തിന് സ്തോത്രം. മകളെ, നീയും കണ്ണടയും. ഒരു ദിവസം നീയും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അന്ന് നീ ഒരു പരമസത്യത്തിലേക്ക് കടക്കും. നിത്യതയിലേക്ക് പ്രവേശിക്കും. നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കാര്യങ്ങളെല്ലാം തിരിയുന്നത്. അപ്പോഴാണ് അറിയുന്നത്, അയ്യോ, ഞാൻ നേടേണ്ടത് നേടിയില്ലല്ലോ, സമർപ്പിക്കേണ്ട കാലത്ത് സമർപ്പിച്ചില്ലല്ലോ, യാഗമായി തീരേണ്ട സമയത്ത് യാഗമായി തീർന്നില്ലല്ലോ, എൻ്റെ കർത്താവേ തെറ്റുപറ്റിപ്പോയല്ലോ, അയ്യോ ഞാൻ വൈകിപ്പോയല്ലോ, ഇനി തിരുത്താൻ സാധിക്കില്ലല്ലോ, ഇനി നേരെയാക്കാൻ ഒക്കുകയില്ലല്ലോ, ഇനി എനിക്ക് ശരിയാക്കാൻ സാധിക്കില്ലല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. നല്ല നല്ല കാലങ്ങൾ എൻ്റെ ദൈവമേ, നീ എനിക്ക് തന്ന നല്ല കാലങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഈ അടുത്തൊരു സമയത്ത് ഞാൻ ചിന്തിച്ചു, എന്ത് നല്ല കാലമാണ് ഇപ്പോഴെന്ന്. പ്രവർത്തിക്കാൻ നല്ല കാലം. ദൈവമക്കൾ ധാരാളം പേര് കൂടി വരുന്നു. അനേകം പേര് കൂട്ടായ്മയിലുണ്ട്. അനേകരെ സഹായിക്കാനുണ്ട്, താങ്ങാനുണ്ട്. ദൈവമേ, അനേകരെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനുണ്ട്. അനേകരെ ദൈവവേലയ്ക്ക് വേണ്ടി പോകാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. കക്ഷിഭേദമില്ലാതെ, സഭാഭേദമില്ലാതെ, സമുദായ വ്യത്യാസമില്ലാതെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു മനസ്സോടെ പോകാൻ അനേകർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നല്ലത് നല്ല കാലമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ നല്ല കാലം ആരും നഷ്ടപ്പെടുത്തല്ലേ പ്രിയപ്പെട്ടവരെ. നല്ല കാലത്ത് നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുക. കർത്താവിന് വേണ്ടി വിത്ത് വിതയ്ക്കാൻ ഇറങ്ങി പുറപ്പെടുക. യേശുവിന് വേണ്ടി കൊയ്യാൻ ഇറങ്ങുക. യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടാൻ ഇറങ്ങുക. യേശുവിന് വേണ്ടി സ്വർഗ്ഗരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി നിങ്ങളെ ആവത് ചെയ്യുവാൻ ഓരോരുത്തരും ഇറങ്ങുക. ദൈവത്തിന് സ്തോത്രം. ആരും പുറകോട്ട് മാറി നിൽക്കല്ലേ. ആരും ദൈവത്തിൽ നിന്ന് അകന്നു പോകല്ലേ. ആരും ദൈവത്തിൽ നിന്ന് വിട്ടുപോകല്ലേ. ആരും ജീവനുള്ള ദൈവത്തെ മറന്നു പോകല്ലേ. ദൈവത്തിന് സ്തോത്രം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പ്രിയരെ. യേശു നിങ്ങളെ കരുതുന്നുണ്ട്. യേശുവിന്റെ തിരുരക്തം നിങ്ങളുടെ മേൽ തളിക്കുന്നുണ്ട്. യേശുവിന്റെ തിരുരക്തം സകല പാപക്കറകളും കഴുകുന്നുണ്ട്. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. പാപം കഴുകുന്ന ക്രിസ്തുവിന്റെ തിരുരക്തം, പാപമോചനം തരുന്ന ക്രിസ്തുവിന്റെ തിരുരക്തം, പാപക്ഷമ തരുന്ന ക്രിസ്തുവിന്റെ തിരുരക്തം, ദുരാത്മബാധകൾ മാറ്റുന്ന ക്രിസ്തുവിന്റെ തിരുരക്തം, ദുഷ്ടപിശാചുകളുടെ കെണികളിൽ നിന്ന് വിടുവിക്കുന്ന ക്രിസ്തുവിന്റെ തിരുരക്തം ഇന്നും സജീവമായിട്ടുണ്ട്. ഇന്നും ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ തിരുരക്തം പാപിയെ വീണ്ടെടുക്കുന്നുണ്ട്. പാപിയെ വിശുദ്ധനാക്കി തീർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഒരു വാക്കിങ്ങനെ എവിടെയോ വായിച്ചു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് വീക്കായിരുന്നു, പക്ഷേ പത്രോസ് റോക്കായി എന്ന്. വീക്ക് പീറ്റർ വാസ് ട്രാൻസ്ഫോംഡ് ടു റോക്ക് പീറ്റർ. ദൈവത്തിന് സ്തോത്രം. വീക്ക് പീറ്റർ ബിക്കെയിം റോക്ക് പീറ്റർ. ബലഹീനനായ പത്രോസ് പാറയായ പത്രോസായി. പാറ പോലെ ഉറപ്പുള്ളവനായി, കെട്ടുറപ്പുള്ളവനായി. ദൈവത്തിന് സ്തോത്രം. പാറ പോലെ ഉറപ്പ്. ധൈര്യമെല്ലാം വരികയാണ്. ഭയപ്പാടെല്ലാം മാറി. എന്തിനു പേടിക്കണം? ആരെ പേടിക്കണം? എന്താ പേടിക്കാനുള്ളൂ? പരമാവധി ഒന്നാൽ മരണം. അതല്ലേ ഉള്ളൂ. പരമാവധി ഒന്നാൽ മരണം. മരിച്ചാൽ അത്രയും നേരത്തെ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകാം. അത്രയും നേരത്തെ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് വിശ്രമിക്കാം. ദൈവത്തിന് സ്തോത്രം. ബദ്ധപ്പാടുള്ള, കഷ്ടപ്പാടുള്ള, ദുരിതങ്ങളുള്ള ജീവിതത്തിലെ യാതനകളും വേദനകളും രോഗങ്ങളും എല്ലാം ഉള്ള ഈ ലോക ജീവിതത്തിൽ നിന്ന് എത്രയും വേഗം യേശുവിൻ്റെ അടുക്കൽ ചെന്ന് വിശ്രമിക്കാമല്ലോ. യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഓടി അണയാമല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു സൗഭാഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വ്യക്തമായി ബോധ്യമുണ്ടോ? ഈ ധൈര്യം നിങ്ങൾക്കുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഹാബേൽ കയ്യിൻ്റെ ഇതിലും ഉത്തമമായ യാഗം കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. കയ്യിന് കോപമായി. അവൻ്റെ മുഖം വാടി. ഈ മുഖം വാടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഉള്ളിൽ പാവം വന്നു എന്നാണ്. അതെന്താണ് പറഞ്ഞത്? മുഖം വാടുന്നുണ്ടെങ്കിൽ ഉള്ളിൽ പാവം വന്നു. പലരുടെയും മുഖം വാടിയാണ് ഇരിക്കുന്നത്. പലരും ഓരോരോ കാര്യങ്ങളിലാണ്, ഈ ലോകകാര്യങ്ങളിൽ ഓരോന്നിലും മുഖം വാടിയാണ് ഇരിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് സങ്കടകരമായ കാര്യമാണ്. എനിക്കറിയാം, എത്രയോ കാലം ഞാൻ മുഖം വാടിയനായിരുന്നു. എത്രയോ കാലം ഞാൻ ഈ അപകർഷതാബോധം കൊണ്ട് മുഖം വാടിയവനായിരുന്നു. അപകർഷതാബോധം.
ഈ അപ്പനില്ലാത്തവർക്കേ അറിയാവൂ അപ്പനില്ലാത്തതിൻ്റെ ദുഃഖം. അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അതും എനിക്ക് ഇപ്പോൾ ഈയിടെ മനസ്സിലാകുന്നുണ്ട്. അപ്പനില്ലാത്തവർക്കേ മനസ്സിലാകൂ അപ്പനില്ലാത്തതിൻ്റെ ദുഃഖം. ഭർത്താവ് മരിച്ചു പോയവർക്കേ മനസ്സിലാകൂ ഭർത്താവ് മരിച്ചാലുള്ള വേദന എന്ത് എന്ന്. ഭാര്യ മരിച്ചു പോയാൽ ഉള്ള ദുഃഖം എന്താണെന്ന് ഭാര്യ മരിച്ചു പോയവർക്കേ അറിയാവൂ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എനിക്കൊരു വയസ്സിൽ അപ്പൻ നഷ്ടപ്പെട്ടു. ഞാൻ നിരാശനായിരുന്നു. ഞാൻ പറയാറുണ്ടല്ലോ, എങ്ങനെ ഇതിനെ ആവർത്തിക്കണം. എൻ്റെ അമ്മ കരഞ്ഞ് കരഞ്ഞ് തളർന്നതാണ്. 30-ാമത്തെ വയസ്സിൽ വിധവയായി. ദൈവമേ, ഞാൻ ആവർത്തിക്കുന്നില്ല, പക്ഷെ ഒന്ന് ഞാൻ പറയാം. ഞാൻ തകർന്നവനായിരുന്നു, ഞാൻ തളർന്നവനായിരുന്നു, ഞാൻ അവശനായിരുന്നു, ഞാൻ വശം കെട്ടവനായിരുന്നു, ഞാൻ നിസ്സഹായനായിരുന്നു, ഞാൻ തുണയറ്റവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ കണ്ടെത്തി. അതുവരെ ഞാൻ വാടിയ മുഖമായിരുന്നു. മുഖം വാടിയാണ് നടന്നത്. മുഖം പ്ലസൻ്റ് അല്ലായിരുന്നു, മുഖം പ്രസന്നമല്ലായിരുന്നു, മുഖം സന്തോഷമില്ലായിരുന്നു. എപ്പോഴും വാടിയിരിക്കും, എപ്പോഴും മ്ലാനമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, എന്നാൽ മുഖം തെളിഞ്ഞു യേശു അകത്ത് വന്നപ്പോൾ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ മുഖം വാടിയിരിക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും ഹൃദയത്തിൽ വാട്ടമുണ്ടോ? മനസ്സ് വാടിയിരിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, യേശു അകത്ത് വന്നാൽ മുഖത്തിൻ്റെ വാട്ടം മാറും. യേശു അകത്ത് വന്നാൽ ജീവിതത്തിൻ്റെ വാട്ടം മാറും. യേശു അകത്ത് വന്നാൽ നിങ്ങളുടെ ജീവിതം പ്രകാശപൂരിതമായി തീരും. നിങ്ങളുടെ ജീവിതം പ്രശോഭിതമായി തീരും. നിങ്ങളുടെ ജീവിതം ജ്വലിക്കും. നിങ്ങളുടെ ജീവിതം പ്രകാശിക്കും. സഹോദരങ്ങളെ, യേശുക്രിസ്തു അകത്ത് വന്നാൽ എല്ലാ അന്ധകാരവും മാറും, എല്ലാ വാട്ടവും മാറും, എല്ലാ ക്ഷീണവും മാറും, എല്ലാ തളർച്ചയും മാറും, എല്ലാ മ്ലാനതയും മാറും. ഹൃദയം പ്രസാദഭരിതമായി തീരും. ഹൃദയം സന്തോഷപൂർണ്ണമായി തീരും. ജീവിതത്തിന് കെട്ടുറപ്പ് വരും, ജീവിതത്തിന് ധൈര്യം വരും, ജീവിതത്തിന് പ്രാഗൽഭ്യം വരും, ജീവിതത്തിന് ഉന്മേഷം വരും. ജീവിതത്തിൽ എപ്പോഴും ഉത്സാഹഭരിതനായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹൃദയം എപ്പോഴും ക്രിസ്തുവിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കും. അത് അനുഗ്രഹീതമായൊരു അനുഭവമാണ്. ആ മഹാഭാഗ്യത്തിലേക്ക് യേശു ക്രിസ്തു നിങ്ങൾ വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ മുഖം വാടുന്നതെന്ത് എന്ന് കയ്യനോട് ദൈവം ചോദിച്ചു. നിന്റെ മുഖം വാടുന്നതെന്ത്? ദൈവത്തിന് സ്തോത്രം. ദൈവം പറഞ്ഞു, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണം. പാപം വാതിൽക്കൽ കാത്തു കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ നിങ്ങളെ വീഴിക്കാൻ ഈ പാമ്പ് വാതിൽക്കൽ കാത്തു കിടപ്പുണ്ട്. ഭീകരനായ പിശാച്, പാപം വാതിൽക്കൽ കിടക്കുന്നുണ്ട്. വാതിൽക്കൽ കിടക്കുന്ന പാപത്തെ നിങ്ങൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് നടക്കരുത്. അവിടെ അതില്ല, പാപമില്ല, സാരമില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ കരുതലോടെ ഓരോ സ്റ്റെപ്പും വെച്ചുകൊള്ളണം. ഓരോ ചുവടും കരുതലോടെ വെച്ചുകൊള്ളണം. ഓരോ നോട്ടത്തിലും ശ്രദ്ധിക്കണം. ഓരോ നോട്ടവും ശ്രദ്ധയുള്ളതായിരിക്കണം. ഓരോ നോട്ടത്തിലും കറവറ്റാതിരിക്കണം. ഓരോ ചലനത്തിലും കറവറ്റാത്തതായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഓരോ വാക്കും ശ്രദ്ധിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വേദപുസ്തകം പറയുന്നു, മനുഷ്യരെ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഓർക്കുക, ഓരോ വാക്കും ശ്രദ്ധിച്ചു കൊള്ളണം. കരുതലോടെ വേണം സംസാരിക്കാൻ. ആരെയും മുറിപ്പെടുത്തരുത്, ആരെയും വേദനിപ്പിക്കരുത്, ആരെയും തരം താഴ്ത്തരുത്, ആരെയും പരിഹസിക്കരുത്, ദൈവവേലയെ തടുക്കരുത്, ദൈവവേലയെ നിങ്ങൾ ഒരു കാരണവശാൽ എതിർക്കരുത്, ദൈവത്തിൻ്റെ വചനത്തെ തടുക്കരുത്, വചനം കേൾക്കാൻ പോകുന്നവരെ തടുക്കരുത്. വചനം കേൾക്കാൻ പോകുന്നവരെ തടുക്കുന്നത് പാപമാണ്. അത് ശിക്ഷാർഹമായ കാര്യമാണ്. വളരെ ഭയാനകമായ പാപമാണ്. പ്രിയപ്പെട്ടവർ, ഒരു വാക്കിൽ പോലും തെറ്റരുത്. ഓരോ വാക്കിനും ന്യായവിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരു ന്യായവിധി ദിവസമുണ്ട്. മരണശേഷം ഒരു ന്യായവിധിയുണ്ട്. മറക്കല്ലേ. അതുകൊണ്ട് പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കേണ്ടതാകുന്നു. പാപത്തെ കീഴടക്കുവാൻ ഇന്ന് നീ തീരുമാനമെടുത്തുകൊള്ളൂ. കയ്യിനെ നിനക്ക് ഞാൻ മുന്നറിയിപ്പ് തരികയാണ്. പാപം വാതിൽക്കൽ കിടക്കുന്നു. നിന്റെ പ്രകൃതം ഞാൻ കാണുന്നു. സംഭവിക്കാൻ പോകുന്നു ഞാൻ മുൻകൂട്ടി കാണുന്നു. നിന്നെ കെണിയിൽ വീഴിക്കാൻ പാമ്പ് വന്ന് കിടക്കുന്നു, പിശാച് വന്ന് നിൽക്കുന്നു, പാപം വന്ന് കാത്തു നിൽക്കുന്നു. കയ്യിനെ നീ സൂക്ഷിച്ചു
സൂക്ഷിച്ചുകൊള്ളൂ, കരുതലോടെ നിന്നുകൊള്ളൂ. ദൈവം പറയുകയാണ്. പക്ഷേ കയ്യിനത് മനസ്സിലായില്ല. ഇപ്പോൾ ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, കരുണയുള്ള കർത്താവ് നിങ്ങളുടെ അരികത്ത് വന്ന് നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു, മക്കളെ, നിങ്ങൾ പാപം നിന്നെ ചതിക്കുവാനും നിന്നെ കെണിയിൽ വീഴിക്കുവാനും വാതുക്കൽ തന്നെ കിടപ്പുണ്ട്. നീ അതിൽ നിന്ന് വഴിമാറിപ്പോയിക്കൊള്ളൂ, നീ മാറിക്കടന്നു പോയിക്കൊള്ളൂ. സൂക്ഷ്മതയോടെ ഓരോ ചുവടും വെച്ചുകൊള്ളൂ, കരുതലോടെ നിന്നുകൊള്ളൂ. തിന്മയിലേക്ക് പോകല്ലേ, പാപത്തിലേക്ക് വീഴല്ലേ. തിന്മയിലേക്ക് നീങ്ങാതെ നിന്റെ കാലുകളെ നീ സൂക്ഷിച്ചുകൊള്ളൂ. നീ ഓരോ ചുവടുവയ്പ്പിലും നീ പ്രത്യേകം കരുതലോടെ പോയിക്കൊള്ളൂ. നിന്റെ ജീവിതത്തിൽ കെണിയിൽ വീഴാനിടവരാതെ നീ നിന്നെ തന്നെ സൂക്ഷിച്ചുകൊള്ളൂ. മകനെ, നീ കരുതലോടെ നിന്നാൽ നിന്നെ ഞാൻ കാത്തുകൊള്ളാം. എൻ്റെ കയ്യിൽ നീ വന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. നീ സ്വയമേ ഇറങ്ങിപ്പോയാൽ മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. വരുവീൻ, എൻ്റെ കൈകളിലേക്ക് വരുവീൻ, എൻ്റെ ആണിപ്പാടുള്ള കൈകൾ കാണുവീൻ. ഈ കൈകളിലേക്ക് നിന്റെ ജീവിതം നീ വെച്ചു തരുവീൻ. ആണിപ്പാടുള്ള കൈകൾ, നിനക്ക് വേണ്ടി രക്തം ചിന്തിയ കരങ്ങൾ നിന്റെ നേരെ നീട്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ നീ നിന്റെ ജീവിതം എൻ്റെ കരങ്ങളിലേക്ക് തരൂ. ഞാൻ നിന്നെ എൻ്റെ കരങ്ങളിൽ എടുക്കാം, ഞാൻ നിന്നെ ഉയർത്താം, ഞാൻ നിന്നെ വളർത്താം, ഞാൻ നിന്റെ വാട്ടം മാറ്റിത്തരാം, ഞാൻ നിന്റെ ഹീനതകളും നിന്റെ കേടുകളും നിന്റെ കെടുതികളും മാറ്റിത്തരാം, നിനക്ക് സമാധാനം തരാം, ആയുസ് സന്തോഷ സമന്വിതമായി നയിക്കുവാനുള്ളതായി സൗഭാഗ്യം തരാം. മകനെ വരൂ, മകളെ വരൂ, എൻ്റെ കൈകളിതാ നിന്റെ നേരെ നീട്ടിയിരിക്കുന്നു. എൻ്റെ കൈകളിലേക്ക് നിന്നെ തന്നെ സമർപ്പിക്കൂ. ദേഹവും ദേഹിയും ആത്മാവും സമ്പൂർണ്ണമായി സമർപ്പിക്കൂ. നിന്നെ തന്നെ എൻ്റെ കൈകളിലേക്ക് തരൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സമർപ്പിക്കൂ. നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. തിരുവചനങ്ങൾക്കായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും തലോടുന്നതിനായി സ്തോത്രം. കർത്താവേ, നിന്റെ മക്കൾക്ക് പുതിയ ആവേശം നൽകുന്നതിനായി സ്തോത്രം. ഈ മക്കൾക്ക് പുതിയ പ്രകാശം തരുന്നതിനായി സ്തോത്രം. എല്ലാവരുടെയും വാട്ടം മാറ്റുവാൻ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ ജീവൻ്റെ വചനം നൽകിയതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. ഇതിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ M.Y. യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ M.Y. യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.